ഹായ് ഗൈസ്, ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. സ്പോൺസർ വീഡിയോ അല്ല. എഡ്യൂക്കേഷൻ ആൻഡ് റിവ്യൂൽ പർപ്പസ് മാത്രമാണ്. വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കാണുക. ഹേ ഗൈസ്, നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഫോൺ എടുത്ത് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനൊക്കെ വാട്സാപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. യുവർ അക്കൗണ്ട് ഈസ് റിവ്യൂഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് ബാൻ ആയെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ സെയിം സിറ്റുവേഷൻ എനിക്ക് വന്നു. എന്റെ വാട്സാപ്പ് അക്കൗണ്ട് ബാൻ ഒന്നും ആയില്ല കേട്ടോ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെ സൊല്യൂഷൻ സോൾവ് ഈ സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യാവുന്നതും പിന്നെ നമ്മുടെ ഈ അക്കൗണ്ട് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാന്നാണ് ഞാൻ കാണിച്ചെടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ സിറ്റുവേഷൻ എങ്ങനെ വരാൻ ചാൻസ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്തെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഫുൾ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. അപ്പൊ നേരെ കേട്ട് പോകാം. വാട്സാപ്പ് യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനും ഇങ്ങനെ സിറ്റുവേഷൻ വരാൻ നല്ല ചാൻസ് ആണ്. അപ്പൊ നിങ്ങൾ നേരത്തെ അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ടെലിവിഷൻ ചെയ്യുന്ന കുറച്ച് മെമ്പേഴ്സിന് ഇങ്ങനെ സിറ്റുവേഷൻ വന്നായിരുന്നു. അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് റെഡിയായി. എനിക്ക് ഈ സിറ്റുവേഷൻ വന്നത് രാവിലെ ഒക്കെ ആയപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നത്. ഒത്തിരി കോൾസ് ഒക്കെ വന്ന ശേഷമാണ് എനിക്ക് ഇങ്ങനെ വന്നത്. അപ്പൊ എനിക്കൊരു ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അക്കൗണ്ട് റിക്കവർ ആയി കിട്ടിയായിരുന്നു കേട്ടോ. മെയിൻ ആയിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ വരാനായിട്ട്, ഇങ്ങനെ റീസൺ വരാനായിട്ട് 3-4 കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കണ്ടീഷൻ സ്പാം ആയിട്ട് മെസ്സേജ് ഓർ കോൾസ് വന്നാല്. സ്പാം മീൻസ് നിങ്ങൾക്കാണെങ്കിൽ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ ഒരു യൂസറോ അല്ലെങ്കിൽ കുറച്ച് മെമ്പേഴ്സ് ഒത്തിരി പ്രാവശ്യം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാല്, ഒത്തിരി പ്രാവശ്യം നിങ്ങൾ റിപ്ലൈ കൊടുക്കാതിരുന്നാലും ഈ ഒരു സിറ്റുവേഷനോ കോൾസ് വന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും സ്പാം ആയിട്ട് മെസ്സേജ് വരുന്നതായിരിക്കും. അങ്ങനെ വന്നാലും നിങ്ങൾക്ക് റീസൺ ഉണ്ട് ഇങ്ങനെ ആ റിവ്യൂ ആയി പോകാൻ വേണ്ടിയുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യൂസറോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് തമാശക്കാണെങ്കിൽ പോലും നിങ്ങൾ റിപ്പോർട്ട് അടിച്ചാൽ പോലും, ഹേറ്റേഴ്സ് ആണെങ്കിൽ പോലും ആരെങ്കിലും ജസ്റ്റ് ഒരു റിപ്പോർട്ട് അടിച്ചാൽ പോലും നിങ്ങളുടെ അക്കൗണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ മോഡൈപ്പിക്കുക നിങ്ങൾ യൂസ് ചെയ്യരുത്. വാട്സാപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്സ് മാത്രം യൂസ് ചെയ്യുക. ഈ ടാസ്ക് ഒക്കെ നിങ്ങൾ ഓൺലൈൻ മണി മേക്കിംഗ് ചെയ്യുവാണെങ്കിൽ പോലും ടാസ്കിലാണെങ്കിൽ വാട്സാപ്പിന്റെ ടാസ്ക് ഒക്കെ വരുന്നത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഈ വാട്സാപ്പ് കൊണ്ട് ബാൻ ആയി പോകുന്നതായിരിക്കും പെർമനന്റ് ആയിട്ട്. അപ്പം ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ വാട്സാപ്പിന്റെ ഒഫീഷ്യൽ ആപ്പ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അത് മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ വേറെ മോഡിഫിക്കേഷൻ ഒന്നും യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിറ്റുവേഷൻ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ആരും പാനിക് ആവരുത്. പേടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് പെർമനന്റ് ബാൻ അല്ല. ജസ്റ്റ് അവർ നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് റിവ്യൂ ചെയ്യുവാണ്. സ്പാം ആയിട്ടോ സ്കാം ആയിട്ടോ എന്തെങ്കിലും റീസൺ ആയിട്ട് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ടോ എന്നൊക്കെ 18+ ആയിട്ട് അങ്ങനത്തെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ വേറൊരു ഇഷ്യൂ ആയിട്ട് അവർ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആക്കും അങ്ങനെ സിറ്റുവേഷൻ അല്ല. അപ്പോൾ ആരും പാനിക്കേണ്ട ആവശ്യമില്ല. സൊല്യൂഷൻസ് പറയുവാണെങ്കിൽ കുറെ സൊല്യൂഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ വേണമെന്ന് വെച്ചാൽ 24 hours വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞാൻ പറഞ്ഞു 24 hours വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നതായിരിക്കും, റിക്കവർ ആയി കിട്ടുന്നതായിരിക്കും. എനിക്ക് സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ 24 hours വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ രാവിലെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വൈകുന്നേരം ആയി നോക്കിയപ്പോൾ എനിക്ക് റിക്കവർ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഈ വാട്സാപ്പിന്റെ ഒഫീഷ്യൽ ആപ്സ് യൂസ് ചെയ്യുക. അതല്ലാതെ ഈ ഫേക്ക് ആയിട്ടുള്ള ആപ്സ് ഒന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂ വരാൻ നല്ല ചാൻസ് ആണ്. അപ്പൊ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ 24 hours വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് റിക്കവർ ആയി കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ റിവ്യൂ എന്ന് ബട്ടൺ മേലെ ഒരു ടിക്ക് മാർക്കും കാണും. അത് മാത്രമല്ല, നിങ്ങൾ ഇടയ്ക്ക് ജസ്റ്റ് നിങ്ങൾ 3 ഡോട്ടിന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ ന്യൂ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഈ ഇഷ്യൂ വന്നിരിക്കുന്ന നമ്പർ അടിച്ചു കൊടുത്ത് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ OTP വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ആയെന്നാണ് അർത്ഥം. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ 24 hours വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ ആപ്സ് യൂസ് ചെയ്യുക. വാട്സാപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യുക. ഒഫീഷ്യലായിട്ട് വാട്സാപ്പിന് അണ്ടറിൽ വരുന്ന എല്ലാ ആപ്സും നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്സ് ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റിക്കവർ ആയി കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 90% കേസിലും അക്കൗണ്ട് റിക്കവറി ആയി കിട്ടാനാണ് നല്ല ചാൻസ്. അഥവാ നിങ്ങൾക്ക് റിക്കവർ ആയി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തോ വേണമെന്ന് വെച്ചാൽ അവർക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കാനുള്ള ഫോർമാറ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ കൊടുത്തേക്കാം. അപ്പൊ ഇത് എങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വാട്സാപ്പിൽ ഒരു ഇമെയിൽ ഐഡി അവിടെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ഫോർമാറ്റ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അവിടെ മൈ നമ്പർ എന്നുള്ളടത്ത് നിങ്ങൾ ഈ പോയ അക്കൗണ്ടിന് നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഇമെയിലിൽ ആ വെബ്സൈറ്റിൽ ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. 24 hours കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യുക നിങ്ങളുടെ വാട്സാപ്പിന്റെ അക്കൗണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ആ ആപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഒഫീഷ്യലായിട്ടുള്ള ആപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ 24 hours വെയിറ്റ് ചെയ്യുക. അക്കൗണ്ട് റിക്കവർ ആയി കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് പറയുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ 24 hours വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് ഇടുക, കമന്റ് ചെയ്യുക. ടെലിഗ്രാം ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് ലൂട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് എയിം ചെയ്യാം.